ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് പനയിൽ കടവിലേക്കാണ്. അത് ഉച്ച സമയമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഇറങ്ങാൻ. സോ ഇപ്പോൾ ഒരു മണി 1:30 ആയിട്ടുണ്ട്. സോ ഇന്ന് എന്തായാലും നമുക്കൊരു ഫുഡ് വ്ലോഗ് ആയിരിക്കാം. എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഒരു പുതുമ നൽകാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വ്ലോഗ് എടുക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് സഞ്ചരിക്കാനുണ്ട്. എന്തായാലും കുറച്ച് ലേറ്റും ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 12 മണി തൊട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ സമയത്ത് ചെന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. സോ പനയിൽ കടവിലാണ് നമ്മൾ പോകുന്നത്. ആ സ്ഥലത്തുള്ള ആ റോഡിലുള്ള കായലോരം റെസ്റ്റോറൻറ്റ്. ഈ കായലോരം എന്ന് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരുള്ളത് തന്നെ അത് കായലിൽ പിടിക്കുന്ന മീനുകളിലാണ് കേട്ടോ. ഒരുപാട് ചെമ്പല്ലി, വരാല്, ഒരുപാട് നല്ല അടിപൊളി പുഴമീനും കായൽ മീനും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ലൈവായിട്ട് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തും ഒക്കെ തരുന്നതാണ്. കൊഞ്ച്, ഞണ്ട്, ഇതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. സീ ഫുഡും ഉണ്ട് കേട്ടോ. എന്തായാലും അരുൺദേവ് അങ്ങോട്ടോട്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് എല്ലാവരും അങ്ങോട്ടോട്ടാണ് നമ്മൾ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ എന്തായാലും മിനിമം നമ്മളവിടെ വെയിറ്റ് ചെയ്യണമെന്ന് എന്തായാലും അറിയാം. ആ ഒരു പ്രിപ്പറേഷനിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്, കായലോരം എത്തിയിരിക്കുകയാണ്. സോ അവിടെ കുറച്ച് സൈഡിലൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി അങ്ങോട്ടോട്ട് ഇറക്കിയിട്ടുണ്ട്. സോ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാൻ കേട്ടോ, നമ്മൾ കായലിൻ്റെ ഒരു അറ്റത്ത് തന്നെയാണ് ചെന്ന് കയറുന്നത്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഹൗസ് ബോട്ട് പോലത്തെ ചെറിയ ചെറിയ ബോട്ടുകളും പിന്നെ സ്പീഡ് ബോട്ടും അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോഴും നമ്മൾ വിചാരിച്ച കണക്ക് തന്നെ കാറൊക്കെ കുറവാണെങ്കിൽ പോലും അവിടെ ആൾക്കാരെ എണ്ണത്തിന് ഒരു കുറവുമില്ല. അതിൻ്റെ ആ ഷെഡിൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ ആ ഒരു കായലോരം റെസ്റ്റോറൻറ്റ്. ഭയങ്കരമായിട്ട് പേര് കേട്ട റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അവിടുത്തെ ഫുഡ് തന്നെയാണ് ഏറ്റവും ഇത് കേട്ടോ. ഒരു രക്ഷയുമില്ല. അവിടുത്തെ റൈസിന് വരെ നല്ല ടേസ്റ്റാണ്, വൈറ്റ് റൈസ് ആണെങ്കിൽ പോലും. അപ്പോൾ എന്തായാലും ഒരുപാട് കറികളും ഒരുപാട് പുഴമീനും ഒരുപാട് കടലിലെ മീനും ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാനുകുട്ടി റെഡിയാണ് കേട്ടോ. ജാനുകുട്ടി വന്ന ഉടനെ തന്നെ അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടു. അപ്പോൾ പുള്ളിക്കാരിക്ക് ആ ഊഞ്ഞാലിലോട്ട് പോകണം എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഊഞ്ഞാൽ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം എന്താ, ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. സോ അവിടെ അങ്ങനെ വണ്ടി കിടക്കുന്നതുകൊണ്ട് എന്തായാലും ആ ഊഞ്ഞാലെടുത്ത് താഴോട്ട് ഇട്ടിട്ട് അതിലിരുന്ന് ആടാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ജാനുകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞ് പറ്റത്തില്ല, അത് നമുക്ക് അവിടെ വണ്ടി കിടക്കണോണ്ട് നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പൂച്ചനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പൂച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുകുട്ടിക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയ ഇഷ്ടമൊന്നുമല്ല, ഭയങ്കര വലുതായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ പൂച്ചയുടെ പുറകെ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു പൂച്ചയുടെ വഴിക്ക് പോകട്ടെ, നമുക്ക് നമ്മളെ വഴിക്ക് പോയി ഫുഡിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. എന്തായാലും അരുൺദേവ് അവിടെ വെയിറ്റിംഗ് ആണെന്ന് പറയുന്നു. അരമണിക്കൂർ എന്തായാലും പോസ്റ്റായിട്ടോട്ടിരിക്കണമെന്ന്. അവിടെ നിന്ന് അമ്മമാർ ഇരുന്ന് മീൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈവായിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളാണ് കേട്ടോ. അതാണ് അത്രയും ഫ്രഷ് കേട്ടോ. അതാണ് ഇത്രയും ആൾക്കാരും തിരക്കും എല്ലാം അവിടെ ഉണ്ടാകും കേട്ടോ. പിന്നെ അവിടുത്തെ കറികളും എല്ലാം ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഇലയിട്ട് ഈ സംഭവം എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ ബോട്ടിങ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കതാ ഒരു കെട്ടുവള്ളം കണക്കത്തെ വലിയ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ചെറിയ വെള്ളമുണ്ട്, പിന്നെ ഹൗസ് ബോട്ട് കണക്കത്തെ സ്മോൾ ബോട്ടുണ്ട്, പിന്നെ സ്പീഡ് ബോട്ടുണ്ട്, അല്ലാതെ നോർമൽ ബോട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ആർക്കും വേണം അവിടെ വന്ന് നമുക്ക് ഈ തുരുത്ത് കണക്കാണ് കേട്ടോ ഇത്. സോ ഉള്ളിലോട്ട് പോകുമ്പോൾ കുറച്ച് കാണാനും കണ്ടൽക്കാട് കണക്കത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ എന്തായാലും ചൂടുണ്ട്, ചൂടിനൊരു കുറവൊന്നുമില്ല, നല്ല വെട്ടിത്തിളയ്ക്കുന്ന ചൂടും ഉണ്ട് കേട്ടോ. സോ അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും അരമണിക്കൂർ 3/4 വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അരുൺദേവ് അവിടെയുള്ള കുറച്ച് ഇഞ്ചി മിഠായിയൊക്കെ വാങ്ങിച്ച് മണപ്പിച്ചിട്ടൊക്കെ എനിക്ക് തരാൻ നോക്കുന്നു കേട്ടോ. പിന്നെ ജാനുകുട്ടിക്കും കൊടുത്തിട്ടുണ്ട്. ജാനുകുട്ടിക്ക് എന്തെങ്കിലും കുറച്ചുകൊണ്ട് നിൽക്കാതിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. എന്നെ കണ്ടിട്ട് തിരിച്ച് ഓടുന്ന കണ്ടില്ലേ. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം, ഒരു 3/4 വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ അപ്പോൾ നമുക്ക് അവിടെ വെയിറ്റിംഗ് നടക്കട്ടെ. സോ അപ്പോൾ ബോട്ടുകൾ ആവശ്യം പോലെ ബോട്ടിലവിടെ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണോ ഓപ്റ്റ് ചെയ്യാം. ഇപ്പോൾ അവിടെ കുറച്ച് ഫോറിനേഴ്സും ഉണ്ട് കേട്ടോ. ഫോറിനേഴ്സിൻ്റെ ആണ് അപ്പുറത്തെ സൈഡിലുള്ള ബോട്ട് കേട്ടോ. അവരിങ്ങനെ ആ ബോട്ടിൽ കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. സോ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ സിലോപ്പിയൊക്കെ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നതൊക്കെ കണ്ടു കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അത് കുറച്ച് കലങ്ങിപ്പോയി, അതുകൊണ്ടാണ് കൂടുതലൊന്നും കാണാൻ പറ്റാത്തത്. അപ്പോൾ ജാനുകുട്ടി ഇതിൻ്റെ മൂട്ടിൽ തന്നെ നിൽക്കുകയാണ്. ജാനുകുട്ടിക്ക് ഈ വെള്ളവും വലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ബോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ പുള്ളിക്കാരി അതിൻ്റെ അടിയിൽ വന്നിട്ട് സൈഡിൽ വന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ മീനുണ്ടോ, അതോ ബോട്ടിൽ കയറാൻ പറ്റുമോ, ഇതൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ പോവാം എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. പുള്ളിക്കാരി അവിടെ കാണിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ ജാനുകുട്ടിക്ക് അവിടെ കയറണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കുന്ന ആണ് ജാനുകുട്ടി.
എന്ത് കണ്ടാലും അത് വേണം, എന്ത് കണ്ടാലും അതിൽ കയറണം എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു തുടക്കത്തിലുള്ള ഒരു ഇതേ ഉള്ളൂ കേട്ടോ. പിന്നെ പിന്നെ അങ്ങ് മാറിക്കോളും. സോ അപ്പോൾ തന്നെ ദാ 2-3 ഫോറിൻ ലേഡീസ് അവിടെ ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു കുറച്ച് സ്പീഡിലോ പോകുന്ന ബോട്ടാണ്, സ്പീഡ് ബോട്ടാണെന്ന് തോന്നുന്നു. സോ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു ഹൗസ് ബോട്ടിൻ്റെയും ആ ഒരു ടൂറിസ്റ്റുകൾ വരുന്നതും പിന്നെ അവരുടെ നമ്മൾ കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രൊഫഷണലിസമായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൂറിസത്തിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ വളരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഓപ്ഷൻസും അതിനുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട് താനും. അത്രയും മനോഹരമാണല്ലോ കുട്ടനാട് പോലെ കണക്ക് ഇവിടെയും ചെറിയതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ഇത് കണ്ടു കേട്ടോ, ഒരു ആമ്പൽക്കുളം കണ്ടു കേട്ടോ. സോ അങ്ങനെ ജാനുകുട്ടി ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ആമ്പലാണ്. ഞാനാണെങ്കിൽ തൊട്ട് നോക്കാൻ പറഞ്ഞു. ഇപ്പോൾ തൊട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ജാനുകുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നിന്നു. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു കായലിൻ്റെ സൈഡിൽ വന്ന് നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ, കായൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സേഫ്റ്റി മെഷേഴ്സൊക്കെ ഒരു ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് തന്നെ കണ്ടില്ലേ, ഒരു ബോട്ടിൽ വേണ്ട സേഫ്റ്റി ജാക്കറ്റ്സും അതും ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സോ അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അത്. അപ്പോൾ നമ്മൾ കായലിലിങ്ങനെ തിരയില്ലാത്തതുകൊണ്ട് കായലിലിങ്ങനെ അവിടുത്തെ മരങ്ങളും അവിടുത്തെ കാടുകളും കടൽക്കാടുകളും ഈ ബോട്ടുകളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഫുഡിന് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. 2 മണി അടുപ്പിച്ചായിട്ടുണ്ട്. എന്തായാലും വിശപ്പിൻ്റെ വിളിയാണ്. ഞാൻ പിന്നെ ഇന്ന് ഫാസ്റ്റിങ്ങുമാണ്. സോ ഫാസ്റ്റിങ്ങും ബ്രേക്ക് ചെയ്യണം. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മളിപ്പോൾ എത്രയായെന്ന് പറഞ്ഞാലും ഫുഡാണല്ലോ. അപ്പോൾ നമുക്ക് എത്ര വേണം വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് എപ്പോഴും വരുന്നതല്ലല്ലോ. പിന്നെ അവിടെ പുറത്ത് പോകണം കേട്ടോ. നല്ല കിടു ഫുഡാണ്. നമ്മൾ ഒരു പ്രാവശ്യം പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ജാനുകുട്ടി ഹായ് പറയുന്നുണ്ട് കേട്ടോ. സോ ജാനുകുട്ടി എനിക്ക് ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ എടുക്കാനും അതിന് ഹായ് പറയാനും പിന്നെ ഡാൻസ് കളിക്കാനും സംസാരിക്കാനും ഇംഗ്ലീഷ് പറയാനും ഒക്കെ പുള്ളിക്കാർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ അപ്പോൾ ഞാനും ജാനും കൂടെ അവിടെ ഇങ്ങനെ നിന്ന് സ്പീഡ് ബോട്ടൊക്കെ കണ്ടില്ലേ ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പാഞ്ഞ് പോകുന്ന കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പനയിൽ കടവിൽ എന്നുള്ള സ്ഥലമാണിത്. സോ അവിടെ ഫുഡും കഴിച്ച് നല്ല ബോട്ടിങ്ങും പിന്നെ നല്ല വേറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ കയാക്കിങ്ങൊക്കെ അപ്പുറത്തൊക്കെ കയാക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ ഇല്ല എന്തായാലും. സോ എന്തായാലും അതിൻ്റെ അവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ അകത്തുള്ളൊരു ചേട്ടനുണ്ട്. പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന പുള്ളിക്കാരനാണെന്നാണ് വിചാരം. പക്ഷേ എന്തോ നമുക്ക് കറക്റ്റ് സീറ്റ് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം അത്രയും ആൾക്കാരും ഉണ്ട്. പിന്നെ അവർക്കൊന്ന് സാറ്റർഡേയും സൺഡേസൊക്കെ നല്ല റഷും ആയിരിക്കും. സോ എന്തായാലും ജാനുകുട്ടിയായിട്ട് ഞാൻ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാനുകുട്ടി ഇങ്ങനെ ഓരോന്ന് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡാൻസ് സ്വന്തമായിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ അതായത് പുള്ളിക്കാരി തന്നെ എൻജോയ് ചെയ്യുന്നു. ജാനുകുട്ടിയും തന്നെ എൻജോയ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. സോ ആ ഒരു ലക്ഷണമാണ് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ ഒരു എന്താ പറയുക സന്തോഷവും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെ കൂടെ നിൽക്കുന്ന ആളും പിന്നെ കൂടെ നിൽക്കുന്ന ആളും ഉണ്ടെങ്കിൽ പിന്നെ അതിന് മുകളിൽ സന്തോഷമാവും എന്നുള്ളൊരു സാഹചര്യമാണ്. സോ എന്തായാലും ജാനുകുട്ടി അരുണിൻ്റെ അടുത്ത് തന്നെ പോയി, അവളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി ഇങ്ങനെ നിന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. എന്താണ് ഫുഡ് കഴിക്കണം, നമുക്ക് എന്താ പരിപാടി, എന്താണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം ഓ മൈ ഗോഡ്, അവസാനത്തെ 3/4 മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അരണ്യ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ ഇരുന്നു. എന്തായാലും ഞാൻ സൈഡിലൊരു അറ്റത്ത് ഇരുന്നിട്ടുണ്ട്. എന്തായാലും ജാനുകുട്ടിക്ക് ഒരു എന്താ പറയുക ഒരു ഇല വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഞാൻ കൈ കഴുകിയിട്ട് വന്നിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും അവരും കൂടെ പോയി കൈ കഴുകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർ പോയി കൈ കഴുകുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സീറ്റൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ കൈ കഴുകിയിട്ട് വന്നിട്ട് പിന്നെ അവർ എന്താ പറയുക സീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്ന് വിചാരിച്ചു. പിന്നെ ജാനുകുട്ടിക്ക് എന്താ പറയുക ഒരു ഇലയുടെ ആവശ്യമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. സോ പിന്നെ അവൾ നല്ലൊരു കഴിക്കുകയൊക്കെ ചെയ്യും. കഴിച്ച് 2:15 ആയിട്ടുണ്ട് കേട്ടോ. ഷെമയുടെ നെല്ലിപ്പലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. 2:15 ആയിരിക്കുകയാണ്. എന്തായാലും വെയിറ്റ് ചെയ്താൽ അത്രയ്ക്ക് വർത്താണെന്ന് അറിയാം. അത് നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇല ഇട്ടിട്ടുണ്ട് എന്തായാലും. സോ ഇനിയിപ്പോൾ തുരുതുരാന്ന് ഇനിയിപ്പോൾ കറികൾ വെച്ച് തുടങ്ങാം കേട്ടോ. ആദ്യം മാങ്ങാക്കറി ആൾവേസ് നമുക്ക് ഏറ്റവും ബെസ്റ്റുള്ള സാധനമാണ്. മാങ്ങ നമ്മൾ എന്താ പറയുക ഇങ്ങനെ അച്ചാറിടുന്നതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റും ഇഷ്ടമൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചിട്ടുണ്ടെങ്കിൽ നിന്നും വീട്ടിലുണ്ടാക്കുന്നതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇതും അതേപോലെയാണ് കേട്ടോ.
പിന്നെ പച്ചടി വരുന്നുണ്ട് കേട്ടോ, പച്ചടി, പിന്നെ അവിയലും ഉണ്ട് കേട്ടോ. സോ ഇതെല്ലാത്തിനും ഓരോതായ ഒരു ടേസ്റ്റും അതിൻ്റേതായ ഒരു സിഗ്നേച്ചറും ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരവിടെ വരുന്നത്. ഇത്രയും സാറ്റർഡേ സൺഡേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റഷാണ്, അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത്രയും ആൾക്കാർ അവിടെ ഇങ്ങനെ ക്യൂ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു. കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായില്ലേ, നമുക്ക് ക്വാണ്ടിറ്റിയിലും ഫുഡ് കിട്ടും, നല്ല ക്വാളിറ്റിയിലും ഫുഡ് കിട്ടും. സോ അതുകൊണ്ട് തന്നെ ആണ് ആൾക്കാരെല്ലാം കൂടെ അവിടെ ഇരച്ച് കയറുന്നതും കേട്ടോ, പിന്നെ അത്രയും വെയിറ്റ് ചെയ്യുന്നതും എല്ലാം. എന്തായാലും എൻ്റെ കയ്യിൽ പച്ചടി വന്നിരിക്കുകയാണ്, മാങ്ങയും വന്നിട്ടുണ്ട്, പിന്നെ അവിയൽ വന്നിട്ടുണ്ട്. അവിയൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അവിയൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മിക്സ് ഓഫ് വെജിറ്റബിൾസ്, നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നതാണല്ലോ. അപ്പോൾ അതൊരു അവിയൽ പരുവെന്നൊക്കെ പറഞ്ഞ കണക്ക് എല്ലാ വെജിറ്റബിളും നമുക്കതിൽ ഇത് ചെയ്യാൻ പറ്റും. ജാനിക്കുട്ടി മൊബൈൽ എടുത്ത് കേട്ടോ, ജാനിക്കുട്ടി ഇനി മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ആരെങ്കിലും എന്താ പറയുക, വാരി കൊടുക്കാതെ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു ചെറിയൊരു തോരൻ കണക്കൊരു ഐറ്റം വന്നിട്ടുണ്ട്. അത് സംഭവം ഈ മുട്ടയും കക്കയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്ത സാധനമാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ. ഞാനത് കണ്ടില്ലേ, ആ മുട്ടയുടെ ഒരു ഇത് തന്നെ കണ്ടില്ലേ, കുറച്ച് ചിക്കി വന്നിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ സാധനം ഇപ്പോൾ നമ്മൾ ആളെ കൊണ്ട് വെച്ചേക്കുന്നത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സംഭവം ഫ്രഷുമാണ്. നമ്മൾ എന്താ പറയുക, നമുക്കൊരു വീട്ടിലുണ്ടാക്കിയ ഒരു പ്രതിനിധിയും ഉണ്ടെന്നുള്ളൊരിത് ഉള്ളതാണ് കേട്ടോ, 100% ഉറപ്പാണ്. അപ്പോൾ ജാനക്കുട്ടി എന്തായാലും എന്താ പറയുക, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അരുണ്യ ഹായ് ഒക്കെ പറയുന്നുണ്ട്, അവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയാണ്. റൈസ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ റൈസ് പോരട്ടെ, എത്ര വേണോ തരും കേട്ടോ റൈസ്. എന്തായാലും റൈസൊന്നും ഒരു വഴിക്ക് പോവില്ല, ഒരുപാട് റൈസ് ഇനി വരാമല്ലോ. പിന്നെ ഈ റൈസ് ഞാനധികം റൈസ് കൺസ്യൂം ചെയ്യാറുമില്ല, കഴിക്കാറുമില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് റൈസ് കഴിച്ചേ പറ്റൂ. കാരണം നല്ല എന്താ പറയുക, ഒരു സദ്യ മൂഡാണ്. കാരണം ഞാൻ കുറേ നാളായി കുറച്ച് നല്ല രീതിയിലുള്ള സദ്യ കഴിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം എന്താണ് സദ്യയിലെ ഒരു ഇതൊന്നും. ഒരു സ്പെഷ്യൽ സദ്യ തന്നെയാണ് കേട്ടോ ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കായലിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നതല്ലേ. അപ്പോൾ അതൊരു കായലോരം സദ്യയായി മാറിയിട്ടുണ്ട്. അത് സീ ഫുഡ് സദ്യയാണ് ഇതിന് ഏറ്റവും ഇതായിട്ട് പറയുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് തൊട്ടുകൂട്ടാനൊക്കെ എടുത്ത് ടച്ച് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും റൈസ് വരണം. റൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പരിപ്പാണ് വരേണ്ടത്. സോ അപ്പോൾ പരിപ്പ് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. സോ അപ്പോൾ പരിപ്പിന് മുമ്പ് നമുക്ക് ഉടച്ച കിഴങ്ങ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പരിപ്പ് വരാനുണ്ട്, പരിപ്പ് ഒഴിക്കണം. പരിപ്പ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ പരിപ്പും ഇനി പപ്പടം ഇപ്പോൾ കൊണ്ടുവരുന്ന അറിയത്തില്ല. പപ്പടം കൂടെ ആകുമ്പോഴാണല്ലോ ഇതിൻ്റെ ഒരു ഇതുണ്ടാവുന്നത്. സോ ഇനിയും കറികൾ വരാനുണ്ട് കേട്ടോ. ഇനിയും മീൻ ഫ്രൈ നമ്മൾ സ്പെഷ്യലി പറഞ്ഞിട്ടുള്ള, അല്ലാതെ തന്നെ മീൻ ഫ്രൈ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അത് നല്ല ഫ്രഷ് മീനാണ്. ഞാനിത് പണ്ടൊരു ദിവസം പോകുന്ന ഇവിടെ കഴിച്ചിട്ടുണ്ട്. സോ അത് നമ്മളൊരു 10-15 മിനിറ്റ്, അന്ന് 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. കാരണം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ടും പുറത്താണ്. കാരണം അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യും. ഇതെല്ലാം കൂടെ എടുത്ത് ആദ്യം ഇങ്ങനെ ചോറിലോട്ട് എടുത്ത് ഇങ്ങനെ ആ പരിപ്പും ചോറും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. അതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അത് മിക്സ് ചെയ്തിട്ട് തോണ്ടിരുന്നപ്പോൾ വരുന്നു നമുക്ക് കൊഞ്ച് കറി വന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ കൊഞ്ചിൻ്റെ കറി വന്നിരിക്കുക. അത് നല്ല കട്ടിയായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കൊഞ്ച് കറിയാണെന്ന് തോന്നുന്നു കേട്ടോ. സോ എന്തായാലും ചെമ്മീനെന്നും പറയും കേട്ടോ. സോ നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് അങ്ങനെ പറയും, അവർ വേറെ രീതിയിലും പറയും. ഇപ്പം നമുക്കിപ്പോൾ ഒന്നും പറയാനും പറ്റത്തില്ല. എന്തായാലും ചെമ്മീൻ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെമ്മീൻ്റെ ആ ഒരു കുറുകിയിരിക്കുന്ന നല്ല കട്ടിയുള്ള കുറുകിയിരിക്കുന്ന ചെമ്മീനൂടെ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഇതെല്ലാം കൂടെ പിന്നെയും എടുത്തൊന്ന് ഞാൻ അവിടെ വിചാരിച്ചിട്ട് ആ ഫ്രഷ് കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുള്ളൊരു ചെമ്മീനാണ് കേട്ടോ. എന്തായാലും കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നായാലും സംഭവം പൊളിയാണ് കേട്ടോ. ഞാനത് ആദ്യത്തെ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ വരുമോ ഇല്ലേ എന്നുള്ളൊരു ഇതിലാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ദേവിക്ക് ഇന്ന് വേറൊരു കാര്യമുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ദേവിക വരാത്തത്. സോ അതുകൊണ്ട് ദേവികനെ ഞാൻ കുറച്ച് മിസ് ചെയ്യുന്നു എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രൈയും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ട് 2 ഫ്രൈ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ ചെമ്മീൻ്റെ ഒരു ഫ്രൈ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ചെമ്മീൻ്റെ ഫ്രൈ ഇങ്ങനെ കൊണ്ടിട്ടു. അതെല്ലാവരും അങ്ങോട്ടും എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് പൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയുമില്ല. ഞാനത് എടുത്ത് ആദ്യമേ കഴിച്ച് നോക്കി കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഫ്രഷ് കൊഞ്ചാണെന്ന് കേട്ടോ. അത് വേണമെങ്കിൽ അത് ഫുള്ള് നമുക്കെടുത്ത് കഴിക്കാനും പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. എന്തായാലും ഇതും കൂടെ വന്ന സ്ഥിതിക്ക് നമുക്കെല്ലാം കൂടെ കുഴച്ചങ്ങ് കഴിച്ചാലോ.
അപ്പോൾ എന്തായാലും കുഴച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ കൂടെ ഈ ഒരു ചെമ്മീനൂടെ ഫ്രൈ ചെയ്ത് കൊണ്ട് വന്നിരിക്കുന്നത് കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തങ്ങ് വായിൽ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഓഹ് സ്വർഗം, പൊളിയായിരുന്നു കേട്ടോ. കറിക്കെല്ലാം അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. ഒരു കെമിക്കൽസും ഒന്നും ഇടാതെ നല്ല രീതിയിൽ അവർ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് കേട്ടോ. എന്ത് കറിയായാലും അവിയലായാലും ഫ്രൈ ആയാലും എല്ലാം അതിൻ്റേതായ രീതിയുണ്ട് കേട്ടോ. അത് പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രൊഫഷണലായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയും നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും. സോ അത് ഏത് കാര്യത്തിലായാലും. സോ എന്തായാലും ഉള്ളിയും ഉണ്ട് കേട്ടോ. ഉള്ളി എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഉള്ളിയും കൂടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഫ്രൈ ആണെങ്കിൽ പിന്നെ കണ്ടല്ലോ, ഫ്രൈ പിന്നെ നമ്മളധികം വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. ഇപ്പോൾ കഴിച്ചാലും നല്ല രീതിയിൽ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടോട്ടും വന്നത് കേട്ടോ. എന്തായാലും സംഭവം ഇങ്ങനെ തീർന്ന് വന്നുകൊണ്ടിരുന്ന സമയത്ത് ദാ വന്നിരിക്കുന്നു നമുക്കൊരു ഫ്രൈ കേട്ടോ. മീൻ ഫ്രൈ വന്നിരിക്കുന്നുണ്ട്. അത് കായൽ മീനാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, നല്ല മുരിഞ്ഞ് വന്നിട്ടുള്ള മീനുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നല്ല രീതിയിൽ അവർ മുരിച്ചെടുക്കും കേട്ടോ. സോ അതാണ് ഇവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ മുരിയുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റും കൂടെ കൂടും. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആവുന്നത് ആ മീനിൻ്റെ ഒരു ഇത്. കണ്ടില്ലേ, ഞാൻ മീൻ തന്നെ കണ്ടില്ലേ, ആ ഒരു പുഴമീൻ്റെ ഒരു ഫ്രഷ്നെസ് കണ്ടില്ലേ, എന്താ അല്ലേ, ഉഫ്, ഇതാണ് പൊളി കേട്ടോ. നമ്മൾ ഒരു ദിവസം അവിടെ പോയി കഴിക്കുക കേട്ടോ. നിങ്ങളെല്ലാവരും അവിടെ പോയി, ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും അവിടെ പോയി കഴിക്കും. കാരണം അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ള ഫിഷസാണ് കേട്ടോ. അതിപ്പോൾ സീ ഫുഡ് ആയാലും അല്ലാതെ കായൽ മീനായാലും എല്ലാത്തിനും ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അത് തന്നെയാണ് ഇത്രയും ആൾക്കാർ അവിടെ വരുന്നതും പോകുന്നതും എല്ലാം കഴിക്കുന്നത്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. കാരണം ഓരോ കറിക്കും അതിൻ്റേതായ, ഈവൻ നമ്മൾ പറയുന്ന അച്ചാറിന് ചെയ്താൽ അതിൻ്റേതായ ഒരു 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 എന്താ പറയുക, ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ അപ്പോൾ എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇത് കഴിച്ച് തീർക്കണം. ഇത് കുറച്ച് ടാസ്ക്കാണ്. കുറേ ഒരുപാട് എന്താ പറയുക, സാധനങ്ങൾ ഇനിയും വരാനുണ്ട് എന്ന് വിചാരിച്ച് ഇരുന്നിട്ട് വന്നിട്ടൊന്നുമില്ല. കാരണം അവിടെ ഒരുവിധം സാധനങ്ങൾ കഴിയാറുമായി. പിന്നെ എന്താ പറയുക, അത്രയും ആൾക്കാർ വെയിറ്റിങ്ങുമാണ്. പിന്നെ ഓർഡറും കാര്യങ്ങളും കൊണ്ടുവന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു രക്ഷയുമില്ല കേട്ടോ. നമ്മൾ പനയിൽക്കടവ് എന്ന് പറയുന്ന ഒരു പ്രാവശ്യം നമ്മൾ കാലഘട്ടത്തിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഒരു 1-2 മാസത്തിനകത്ത് തന്നെ പിന്നെയും പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ പോയതാണ്. ഞാൻ 2 മാസം 1 മാസം മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, ദേവിയും കൂടെ ചേർന്ന്. അപ്പോൾ അന്നും പൊളിയായിരുന്നു. സോ എന്തായാലും ഞാൻ ഇല വൃത്തിയാക്കിയിട്ടുണ്ട്. എൻ്റെ കർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ട്. പിന്നെ ഞാനും ലിമിറ്റായിട്ട് ചോറ് കഴിക്കുള്ളൂ. സോ അതുകൊണ്ട് പറയാൻ പറ്റില്ല. ആ ചേട്ടനാണെങ്കിൽ ഒരുപാട് ചോറ് കൊണ്ട് ഇടുകയും ചെയ്തു. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ കഴിച്ചു. പിന്നെ ബാക്കിയായിട്ട് തരണ്ടേവനും എല്ലാം കൊടുത്തു. അപ്പോൾ അവനിതാ ഫുള്ള് ആ ചെമ്മീനെടുത്ത് എൻ്റെ കയ്യിലോട്ട് തട്ടിയുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ കഴിക്കണം. ഇത് ഫുള്ള് കഴിച്ച് തീർക്കാതെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അരുണും എല്ലാവരും കഴിച്ച് തീർന്നു. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ. ഞാൻ പിന്നെ കുറച്ച് സ്ലോ ആയിട്ടേ കാര്യങ്ങൾ കഴിക്കും. നല്ല രീതിയിൽ ആസ്വദിച്ച് ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ഫുഡുകൾ, പ്രത്യേകിച്ച് സീ ഫുഡും എന്താ പറയുക, ഈ പറഞ്ഞ കടൽ മത്സ്യങ്ങളും ആകുമ്പോൾ നമ്മൾ അത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എൻജോയ്മെൻറ്റിൽ എൻജോയ് ചെയ്ത് ഞാൻ ഫുഡ് കഴിച്ച് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഒരു മധുരമെന്നും പറഞ്ഞ് അരുന്ദം എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. അത് അരണിക്കും കൊടുത്തു, കൊച്ചിനും കൊടുത്തു. പിന്നെ ഞാൻ അധികം മധുരം കൺസ്യൂം ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം കഴിച്ചുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് വന്നു കേട്ടോ. കുറച്ച് ചൂടും വെയിലൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ എന്തായാലും. പക്ഷെ എന്തായാലും ഈ ഒരു വ്യൂവിന് അതൊരു നമുക്ക് ഇതൊന്നൊരു പ്രശ്നമില്ലാത്തൊരു ഇതാണ് കേട്ടോ. അത്രയും ചൂട് നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, അത് മാനേജ് ചെയ്യാൻ പറ്റും. അത് ഒരുവിധം പറ്റുമെന്നുള്ളൊരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും കണ്ടില്ലേ, എന്താ രസമല്ലേ, ആ ഒരു തുരുത്ത് തന്നെ കണ്ടില്ലേ, ഈ പക്ഷിയൊക്കെ പറന്ന് പോകുന്നുണ്ട്. പിന്നെ ഒരു തുരുത്ത് കാണുന്നുണ്ട്. ആ തുരുത്തിലോട്ട് നമുക്ക് ഈ വള്ളത്തിലൊക്കെ പോകാൻ കേട്ടോ. ഈ വാട്ടർ സർവീസ് ഒരുപാടുണ്ട് അവിടെ. നമ്മൾ കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ സംഭവം എടുത്തുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ അവിടെ ബോട്ട് അവിടെ പോകുന്നുണ്ട് കേട്ടോ. അതോ കണ്ടില്ലേ, ബോട്ട് ഇട്ട് സ്കിഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരാളും കൂടെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ലയണൽ മെസ്സി ഇപ്പോൾ മുംബൈയിലല്ലേ, ഇപ്പോൾ എങ്ങനെ പെട്ടെന്ന് കേരളത്തിലെത്തിയോ ഇനിയിപ്പോൾ. എന്തായാലും മെസ്സിയുടെ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഒരു പയ്യനോടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്തായാലും നമ്മൾ ഒരു ഇന്നത്തെ ദൗത്യം എന്തായാലും അവസാനിക്കുകയാണ്. കാരണം ഫുഡ് നമ്മൾ വന്നതിന് കണക്ക് അതിനനുസരിച്ച് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റി. ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. അതൊരു യുണീക്ക് സ്ഥലമാണ്. നമുക്ക് ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവത്തില്ല. എല്ലാ കറിക്കും അതിൻ്റേതായ ഒരു ടേസ്റ്റ് അതിനുണ്ട്.
മനസ്സിലായില്ലേ? അതൊരു ഹോം മെയ്ഡ് രീതിയിലാണ് അവർ ഈ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ എപ്പോഴും നല്ല തിരക്കുമാണ്. ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. നല്ല ചൂട് സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ അടുപ്പിൽ തന്നെ കാണുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വല്ലപ്പോഴും നിങ്ങളിവിടെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് മെയിൻലി ബോട്ടിങ്ങാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ നിങ്ങളും പോയി ഒക്കെ ട്രൈ ചെയ്യാൻ നോക്കൂ ബോട്ടിങ്ങിന്. നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ ബോട്ടിങ്ങിന് പോയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇനി പോകാത്തത് കേട്ടോ. സോ എന്തായാലും പിന്നെയും വേറെ നമുക്കൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റേതായ വ്ളോഗ് പിന്നെ ഇങ്ങനെ പാർട്ടായിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡ് അടിയുടെ പരിപാടി കഴിഞ്ഞു. മെയിനായിട്ടുള്ള അതാണല്ലോ. സോ അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ ജാനുകുട്ടി അവിടെ നിന്ന് ലവ് ചിഹ്നമൊക്കെ ഇട്ട് കാണിക്കുകയാണ് കേട്ടോ. സോ ഇന്ന് ജാനുകുട്ടി ഭയങ്കര നല്ല മൂഡിലാണെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരി ഇന്ന് കുറച്ച് നല്ല രീതിയിൽ ഹാപ്പിയാണ്. അല്ലെങ്കിൽ ചില സമയത്ത് എന്താ പറയുക, കുറച്ച് എക്സെൻട്രിക് ആയിട്ടൊക്കെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യും കേട്ടോ. സോ അത് എന്താ പറയുക, നമ്മളെ കൂടെ കളിക്കുന്നതാണ് കേട്ടോ ജാനുകുട്ടി. പിന്നെ ഞാനും ജാനുകുട്ടി അതേ കമ്പനി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. സോ എന്തായാലും നമ്മൾ തിരിച്ചു ഇരിക്കുകയാണ്. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വ്യൂസൊക്കെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. എന്തായാലും ഞാനും ജാനും കൂടെ നമുക്ക് അടുത്ത യാത്രയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ബാക്ക് ടു ബാക്ക് ഞാൻ വീഡിയോസ് ഇനിയിപ്പോൾ ഇടുന്നതാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ നമ്മുടെ ജാനുകുട്ടി ബബിൾക്കൊക്കെ വായിൽ വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ ഗായ്സ്, ബൈ.